ഞാൻ പുറത്ത് അടിപൊളിയാണ് കേട്ടാ. ഞാൻ പുറത്ത് കിടിലനാണ്, കിടിലൻ. സാബുമാൻ ഇന്നത്തെ എപ്പിസോഡില് പറഞ്ഞൊരു കാര്യമാണ്. എപ്പിസോഡിന്റെ അവസാന ഭാഗത്തായിട്ട് നിങ്ങൾക്ക് പോയി എടുത്തു നോക്കിയാൽ കാണാം. സാബുമാൻ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ പുറത്ത് കിടിലനാണ്. ഇത് ആദിലോട് നൂറയോടാണ് പറഞ്ഞത്. അവർക്കത് മനസ്സിലായില്ല സാബുമാൻ എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത്. അവര് ഓർത്തത് ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് ആ ഒരു കാര്യമാണ്. പുറത്ത് ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്, അകത്ത് വന്ന് ഇൻട്രോവേർട്ട് ആയതാണെന്നും അങ്ങനെ എന്തോ ഒരു കാര്യം ഇവര് സങ്കല്പിച്ചു കൂട്ടി ആ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ സാബുമാൻ ഉദ്ദേശിച്ച കാര്യം എനിക്ക് പിടികിട്ടി. പുറത്ത് ഭയങ്കര ഫാൻസ് ആണെന്നൊക്കെ ആയിരിക്കും ഓർത്തോണ്ടിരിക്കുന്നത്. ഒരു തേങ്ങ ഇല്ലെന്നുള്ളത് പുറത്തിറങ്ങി വരുന്ന ദിവസം മനസ്സിലാവും. എന്തെങ്കിലുമൊക്കെ അവിടെ ചെയ്താലല്ലേ ഫാൻസ് വരുള്ളൂ. ഒന്നും ചെയ്യാതെയും ഫാൻസ് ആണെന്ന്, ഞാൻ കിടിലനാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ എങ്ങനെ ഫാൻസ് വരാനാണ്? അല്ല, ഒരു ഇളിച്ചോണ്ടിരിക്കുകയല്ലാതെ അവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ഈ പറഞ്ഞ സാബുമാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഒരു കോൺട്രിബ്യൂഷൻസും ഇല്ല. ഈ ഇളിച്ച ചിരിയും പിന്നെ ഇങ്ങനെ ഈ ആ ഇളിച്ച ചിരിക്കകത്തൂടെ ഉള്ള ഒരു സംസാരം ഉണ്ടല്ലോ, അതൊക്കെ ഒരുപാട് പേര് നോട്ട് ചെയ്ത് പറയുന്നുണ്ട്. ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആ ഒരു സംസാര ശൈലിയും അതൊക്കെ ഉള്ളൂ. ആകെ എന്താണ്, ഒരു കളി അവിടെ കളിക്കുന്നില്ല. നന്മ ഇങ്ങനെ ചൊരിഞ്ഞ് നന്മയുടെ നിറകുടമായി അങ്ങ് ഇരിക്കുകയാണ് സാബുമാൻ. ഈ സീസണിന്റെ കപ്പടിക്കുന്നൊക്കെയാണ് സാബുമാന്റെ ചില ആളുകൾ പറയുന്നത്. PR ടീം ഒക്കെ പറയുന്നതാണ് കപ്പടിക്കുമെന്നൊക്കെ കണ്ടറിയാം. കാരണം ഈ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ആഴ്ചയും സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാനാണെന്ന് പറ. അതും സീസൺ 4ലെയും 5ലെയും ഒക്കെ ഓരോ കണ്ടസ്റ്റൻസിനെ വെച്ചിട്ടൊക്കെയാണ് കമ്പയർ ചെയ്യുന്നത് ചിലര്. അത് റിനോഷൊക്കെ വളരെ നല്ല രീതിയിൽ ഗെയിം കളിച്ച കണ്ടസ്റ്റന്റ് ആണ്. റിനോഷിനെ ഒന്നും വെച്ച് കമ്പയർ ചെയ്യരുത്. ദൈവത്തെ ഓർത്ത് കമ്പയർ ചെയ്തത്. പിന്നെ ആരെയാണ്, പിന്നെ റോൺസിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നത്. റോൺസിനും അത്യാവശ്യം നല്ല രീതിയിൽ റിയാക്ട് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. റിനോഷിനെ ഒന്നും വെച്ച് കമ്പയറേ ചെയ്യരുത്. റിനോഷ് നല്ല രീതിയിൽ ഗെയിം കളിച്ച് അവിടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പുറത്തായതാണ്. ഇല്ലാതെങ്കിൽ റണ്ണറപ്പ് ആവേണ്ട ഒരാളായിരുന്നു. അപ്പോ റിനോഷിനെ ഒന്നും വെച്ച് കമ്പയർ ചെയ്യാതിരിക്കുക. സാബുമാൻ കിടിലനാണെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, കിടിലനാണെന്നൊക്കെ പറഞ്ഞ ആ ഒരു ഫൂൾസ് പാരഡൈസിൽ ഇരുന്നോട്ടെ അല്ലേ. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.